സുനി ഇവിടെ ഉണ്ടോ? അതായത് സുനി കഴിഞ്ഞ ദിവസം എന്നാണ് ആഡ് കൊടുത്തത്? അതിന്റെ റിസൾട്ട് ഇരുപത്തിരണ്ടാം എങ്ങനെയുണ്ടായിരുന്നു? തീയതി, ആദ്യത്തെ 22-ാം തീയതി. ഇപ്പൊ രണ്ടാഴ്ചയിൽ ആടോട്, രണ്ടാഴ്ച എന്ന് പറയുമ്പം 4-8 ദിവസം. ഓക്കെ. രണ്ടാഴ്ചയിലായിട്ട് 8 ദിവസം. 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ആ. അത് 26-ാം തീയതി വരെ. ഉം. അതില് ഒരു 82 എൻക്വയറി വന്നു. ഉം. അതിൽ നിന്നും 7 ഓർഡറാണ് കൺഫേം ആയി കിട്ടിയത്. ഓക്കെ. 7 പേര്. ആ. രണ്ടാമത് അടുത്ത 27-ന് അല്ല അല്ല 27-ന് തുടങ്ങി അല്ലേ മാഡം? ആ. 27, 28 അല്ല, 28. 24 മുതൽ 28 വരെ. 28-ാം ആ തീയതിയാണോ 29-നാണോ അല്ല, തുടങ്ങിയത്? 28-ന് തുടങ്ങി. 28. 28-നല്ലേ തുടങ്ങി? 28, 29, 30, 31 ഇന്നത്തോണ്ട് ആ. തീരെ ഇന്ന് ഡേറ്റ് ആണ്. ആ. അപ്പൊ ഈ 4 ദിവസത്തെ ആയിട്ട് 56 എൻക്വയറി ആണ് വന്നത്. ആ. 56 എൻക്വയറി. അതിൽ ഉം. നിന്ന് പിന്നെ എട്ട് ഓർഡർ കൺഫേം ആയി. ഓക്കെ. ഇതില് അങ്ങനെ ഈ ഈ രണ്ട് ആടിലും രണ്ടാമത്. കൂടി ആ. രണ്ടാളിലും കൂടി രണ്ടാടിലും കൂടി 1800 രൂപ നമുക്ക് സെയിൽ വന്നു. ചെലവ്. ചെലവ്. ആഡിന് ഫോർ ആഡ് ചെലവായത്. മാത്രം. ചെലവായത്. ആ അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടി? ഇൻകം 7500 സംതിങ്, ഓക്കെ. 559. ഓക്കെ. ഓക്കെ. ഗ്രേറ്റ്. അപ്പൊ പിന്നെ ഇതില് നമുക്ക് ആ. അല്ല ഈ മത്സ്യം വാങ്ങിച്ചതിന്റെ ഒക്കെ ചിലവുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ. അതുകൊണ്ട് അത് പറയുന്നില്ല. നമുക്കിപ്പോ ആടിന്റെ ചെലവ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഓക്കെ. നമ്മളെപ്പോഴും കണക്കാക്കേണ്ടത് റവന്യൂ ആണ്, അതായത് നമ്മൾക്ക് കിട്ടിയ വരുമാനം. ഓക്കെ. ലാഭം ആ നമ്മൾ മന്ത് അവസാനം ആകുമ്പോൾ നമ്മൾ ലാഭം കണക്കാക്കണം. ഓക്കെ. ഇപ്പൊ ഇതിൽ ആ നിന്ന് നമ്മൾ ആഡിന് വേണ്ടി 1800 രൂപ ചെലവാക്കി നമുക്ക് വരുമാനം 7500 പ്ലസ് കിട്ടി എന്നുള്ളത്, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ. ആ. ആ. അപ്പോ ഇതില് ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാമത്തെ ആഡ് കൊടുത്ത സമയത്ത് ആദ്യത്തെ ആളുകൾ വീണ്ടും കോണ്ടാക്ട് ചെയ്തിരുന്നോ? അതിൽ വീണ്ടും വന്നിരുന്നോ അങ്ങനെ? അതില് ഒരു 2-3 പേര് വീണ്ടും ആ, ആ. വന്നു. ആ. എന്നിട്ട് ആ രണ്ടാമത് വന്നവരും ഓർഡർ കൺഫേം ആയില്ല. ആ. രണ്ടാമതും അവർ വന്നിരുന്നു. ഓക്കെ. ഓക്കെ. ആ. അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ആഡ് കൊടുക്കുമ്പോൾ നമ്മൾ സെയിം ആഡ് തന്നെയാ കൊടുക്കണതെങ്കിലും രണ്ടാമതും അവർ അത് കാണും. ഓക്കെ. അപ്പൊ ആ എല്ലാവരും ആ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും, നമ്മളെ അറിയാത്ത ആളുകളാണല്ലോ, അവർ വീണ്ടും വീണ്ടും നമ്മളുടെ ഈ പ്രൊഡക്റ്റ്, നമ്മളുടെ ഈ പരസ്യം കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഓർഡർ വന്നില്ലെങ്കിലും അവരിലേക്ക് വീണ്ടും വീണ്ടും അത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ആ, ഇങ്ങനെയാണ് ആഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഇപ്പൊ സുനിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഇത് വർക്ക് ചെയ്യും. ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉം. മെറ്റ ആ ആഡ്സ് വർക്ക് ചെയ്യും. വർക്ക് ബൂസ്റ്റ് പോസ്റ്റ്. കുഴപ്പമില്ല. എനിക്കിപ്പോ ആദ്യത്തെ ഒരു ഇങ്ങനെ പേടി ഇത്തിരി കുറഞ്ഞു. കാരണം എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഇത് പോയിട്ട് അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാവും എന്നൊക്കെ ഉള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതില് പിന്നെ എല്ലാരും പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും താങ്ക്സ് പറഞ്ഞു. എല്ലാരും ഓർഡർ ആ. കിട്ടി, ആ. താങ്ക്സ്. ഓ. അങ്ങനെ ഓക്കെ. ഓക്കെ. ഡെലിവറി ചെയ്തിട്ട് മോശമൊന്നും ആരും പറഞ്ഞില്ല. ഇനി അതില് ഒരു ഫീഡ്. ഉം. ഒരു ആള് മാത്രം പാക്കിങ്ങിന്റെ ഇത് പറഞ്ഞു. ആ. ബോക്സ് ബോക്സ്. ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ. കുഴപ്പമില്ല. എന്നാലും നമ്മൾ ആ ചെയ്തുല്ലോ അത്. ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിനുള്ള ഫണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് ബോക്സ് ആ, അത് തന്നെ ഉണ്ടാക്കില്ല. അത് അടുത്ത തന്നെ. അടുത്ത ആ റൗണ്ടിൽ ബോക്സ് വേണം. ഓക്കെ. ആ. കാരണം അല്ല, ഇപ്പൊ ഫിഷ് എനിക്ക് അല്ലേ. രണ്ടാമത്തെ ഇതില് അതുകൊണ്ട് ഞാൻ പിന്നെ ബോക്സ് ഉം. ഇവിടുന്നൊക്കെ ഇപ്പൊ വാങ്ങിച്ചില്ല. ആ. വീടുകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച് 2-3 ആ. ബോക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. ചെറിയ പക്ഷെ നമുക്ക് ഈ കാർട്ടൺ ബോക്സ് വാങ്ങാൻ കിട്ടും. നമ്മൾ പഴയ ബോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ആ ഇഷ്ടപ്പെടില്ല. ആ ആ, അത് തന്നെ. അപ്പൊ ആ ഞാൻ ആ അതിന്റെ ആ. ലിങ്ക് ഞാൻ അയച്ചു അത് തരാം. ഇവിടെ ഒരു ആ ആ, കിട്ടുമോ? ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ നാട്ടില് ആ കിട്ടുമോ? ഇവിടെ അടുത്തൊരു പിന്നെ കാർട്ടൺ കമ്പനി ഉണ്ട്. പക്ഷെ അവര് നമ്മള് അളവ് കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആ കണക്കിന് ചെയ്ത് തരാന്ന്. അപ്പൊ അതൊരു അത് റിസ്ക് അല്ലേ? ലാഭകരമാണ്.
അത് ലാഭാണ്. ഏ? എനിക്കൊന്ന് ഡീറ്റെയിൽസ് തരും, ഞാൻ സംസാരിക്കാം. ഓക്കെ. പക്ഷെ ലാഭാണ്. പക്ഷെ ആ എന്താ ആ പ്രശ്നം ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾക്ക് ഓർഡർ കൊടുക്കണം. 1000 പീസും 2000 പീസും ആ ഒക്കെ അവർ അതാ ചെയ്യും. ഓക്കെ. അത് ആ നോക്കാം. അതാണല്ലേ, അവർക്ക് ആ മെഷീനകത്ത് വർക്ക് ചെയ്യണ്ടേ. അതെ അതെ. അത് ആലപ്പുഴയിലാണോ അപ്പൊ അങ്ങനെ ആ കമ്പനി ഉള്ളത്? അത് എന്റെ ഈ വീടിനടുത്ത് തന്നെ നമ്മുടെ. അതെയോ? ഓ അത് ശരി. ഞാൻ അങ്ങനെ ആ ഒരു കമ്പനി നമ്മുടെ അന്വേഷിച്ച് നടക്കായിരുന്നു. കാരണം ആമസോണിലൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര കോസ്റ്റാണ് ഈ ഇതിനെ, ആ ബോക്സ്, കാർട്ടൺ ആ ബോക്സ്. അപ്പൊ ഇവര് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലോ നമ്മുടെ നാട്ടില്. ഇവരെച്ചാ ഞാൻ എന്തായാലും നമ്മള് സംസാരിച്ചു. അളവ് കൊടുത്താല് ആ, ചെയ്തു തരുന്നു. അളവ് അപ്പൊ കൊടുത്തിട്ട് സുനിക്ക് അവരങ്ങനെ ചെയ്യേണ്ടത് ആണ് ഒരു ചെയ്തു തരണേന്ന് ആ പറഞ്ഞു. 2-3 അളവിലുള്ള ബോക്സുകൾ സംഘടിപ്പിക്കണം. 1 കിലോ, 2 കിലോ, ഒരു 3 കിലോ ആ, അങ്ങനെയൊക്കെയുള്ള ബോക്സുകൾ ഒരു 2-3 അളവിലുള്ള രണ്ടും മൂന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. 1.5 കിലോ വരെ നമുക്ക് വന്നിട്ടുള്ളൂ. വന്നിട്ടുള്ളൂ. ആ അത്രേ ഉള്ളൂ. ആ. അല്ലാതെ വലിയ ഓർഡറുകളായിട്ടൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. മാം, ഉം. ഈ ചെരുപ്പൊക്കെ വന്നതിന്റെ എടുക്കാൻ പറ്റൂലേ? ഇല്ല, ചെരുപ്പ് വന്ന അത് അത് നല്ലതല്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. നിയമപ്രകാരം നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള പാക്കിൽ വേണം കൊടുക്കാൻ. ഒന്ന് മറ്റേത് ചെരുപ്പൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തത്, അത് അതിന്റെ യൂസ് കഴിഞ്ഞതല്ലേ, അതിന്റെ ലൈഫ് കുറയും നമ്മൾ അയക്കുമ്പോഴൊക്കെ. അതാണ് ഉം. ഒന്ന്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഒന്നൊക്കെ അയച്ചു കൊടുക്കാം, നന്നായിട്ട് ടേപ്പ് ഒക്കെ ഒട്ടിച്ച്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വരികയല്ലോ. ജനറലി പുതിയ കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമ്മൾ എല്ലാതും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. സുനി ഞാൻ അയച്ചു കൊടുത്ത കഴിഞ്ഞ അതെ പാക്കിംഗ് ഹോം ഓക്കെയാണ്. മെയ്ഡ്. ആ ആ പാക്കിംഗ് ഓക്കെയാണ്. പക്ഷെ ബോക്സ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഓക്കെ. ആ അതാണ് ആ ഉദ്ദേശിച്ചത്. ആ പിന്നെ ഇനി ആ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സുനിയോട്? ഭവാനി മാം അല്ലേ എന്തോ ചോദിച്ചിരുന്നു, ഡൗട്ട്? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഷേർലി, അതായത് നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉള്ളത് അത് പറയാം. അതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഡൗട്ടുകളൊക്കെ നമ്മൾ നാളെ ക്ലിയർ ചെയ്യും. ഓക്കെ. സുനിയും വരണം. നാളെ മുതൽ ക്ലാസ് ഉണ്ട്, സ്പെഷ്യലായിട്ട് ഞാൻ പറയാം, അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ സുനി, താങ്ക്സ്. അപ്പൊ ഇനിയും ചെയ്യണം, ആഡ് ചെയ്യണം, മടി കാണിക്കണ്ട. നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോളൂ ഒരു 50% വീണ്ടും നമ്മൾ ആഡിലിടണം. അപ്പൊ ഈ ആ 7500 എന്നുള്ളത് 15-20 ആവും. ഓക്കെ. അത് കുഴപ്പമില്ല, ചെയ്യാം. ഹലോ. ഇല്ലെങ്കിൽ പിന്നെ ആദ്യം എപ്പ സ്റ്റോപ്പ് ആകണ അപ്പം എൻക്വയറിയും സ്റ്റോപ്പ് ആകും. അങ്ങനെയാണ് ആ ഇപ്പോഴത്തെ ആ ഈ 2 ആ പ്രാവശ്യത്തെ ഇത്. അതിന് വേറെ സ്ട്രാറ്റജി ഉണ്ട്. എൻക്വയറി സ്റ്റോപ്പ് ആയാലും ഇവരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, അത് മറക്കരുതേ. ആ ആ ആ ഇപ്പൊ ഒരു 150 പേരായില്ലേ മിനിമം. ആ 150 ആ ആയിട്ടില്ല, ആ 120 ആയിട്ടുണ്ടാവും. അത് ആ. ആവും, അത് കുഴപ്പമില്ല. ഓക്കെ.